എന്തുകൊണ്ട് LDF വരണം എന്നുള്ളതിനെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇടതുപക്ഷം പറയാൻ തുടങ്ങിയതോടു കൂടിയിട്ടാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. പാലായിൽ ഇത്തവണ ജോസ് കെ മാണിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒന്നുകിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഗതി അവസാനിപ്പിക്കും, അല്ലെങ്കിൽ മാണി ഗ്രൂപ്പ് എന്ന് പകരം റോഷി ഗ്രൂപ്പ് എന്ന് മാറ്റേണ്ടി വരും. കേവല ഭൂരിപക്ഷം എന്ന 71 സീറ്റ് എന്ന മാജിക് നമ്പറിൽ എത്തണമെങ്കിൽ 30 സീറ്റ് കൃത്യമായും പിടിച്ചെടുക്കും. ആ 30 സീറ്റ് കിട്ടുമോ? ആ 30 സീറ്റ് കിട്ടുമോ എന്നുള്ളതാണ് UDFൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഈ ഒരു അടുത്ത കാലഘട്ടത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സർക്കാർ അവരുടെ കഴിഞ്ഞ മാനിഫെസ്റ്റോയുടെ ഒരു പ്രോഗ്രസ് കാർഡൊക്കെ പുറത്തിറക്കുന്നത്. പിണറായി വിജയൻ സർക്കാർ അത് ചെയ്തിട്ടുണ്ട്. വളരെ സ്വാഗതാർഹമായൊരു നീക്കമാണ്. എങ്ങോട്ടേക്കാണ് ചായ്വ്, എങ്ങോട്ടേക്കാണ് കാറ്റ് വീശുന്നത് എന്നറിയാനുള്ള കാറ്റാടി യന്ത്രങ്ങൾ ഇവിടെ നമ്മുടെ കയ്യിൽ ആരുടെയും കയ്യിലുണ്ട് എന്ന് തോന്നുന്നില്ല. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി 4 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൃത്യം 6-ാം ദിവസം കേരളം വിധി എഴുതും. പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കണ്ടിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്ന് വ്യക്തമായി പറയാം. ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ മനസ്സ് ആർക്കൊപ്പം, കേരളം ആർക്കനുകൂലമായി വിധി എഴുതും എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. പവർ പ്ലേയിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയൊരു മാറ്റം വന്നിരിക്കുന്നു എന്ന് തോന്നുന്ന തരത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് നിലവിലത്തെ സാഹചര്യങ്ങളൊക്കെ പോകുന്നത്. അതായത് 100 സീറ്റ് എന്നുള്ള ലക്ഷ്യം തുടക്കത്തിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് തന്നെ ഒരു 100 സീറ്റ് ലക്ഷ്യം പ്രഖ്യാപിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി 110 സീറ്റ് അല്ലെങ്കിൽ എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയി. ഇപ്പോൾ പക്ഷേ അതൊന്നും ചർച്ചയിൽ വരുന്നില്ല. പകരം അധികാരം പിടിക്കുക എന്നുള്ള രീതിയിലേക്ക് മത്സരം മാറിയിട്ടുണ്ട്. അതൊരു നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സത്യത്തിൽ അത്തരത്തിലൊരു മത്സര പ്രതീതി കേരളത്തിൽ ഉണ്ടോ? അത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടന്ന ബൈ ഇലക്ഷൻ, അതിനുശേഷം നടന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ, ഇത് മൂന്നും നോക്കിയാൽ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അത് വെച്ചിട്ടാണ് 100 സീറ്റ് എന്നുള്ള അല്ലെങ്കിൽ 110 സീറ്റ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഉജ്ജ്വല വിജയം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ചർച്ചകൾ തന്നെ ഉണ്ടാകുന്നത് ഏകപക്ഷീയമായ മത്സരം എന്ന രീതിയിലായിരുന്നു അത് ഈ പ്രതീതി ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നത് പിന്നെ അഭിപ്രായ സർവേകൾ എന്ന പേരിൽ അത് പ്രത്യക്ഷപ്പെട്ടു. അതെല്ലാം ഈ നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്ന രീതിയിൽ വരുന്നു. അത് എത്രമാത്രം ശരിയാണെന്നുള്ളതല്ല പ്രശ്നം, എത്രമാത്രം മുൻകാലങ്ങളിൽ ഈ സർവേകളൊക്കെ ഏതൊക്കെ രീതിയിൽ ശരിയായി എന്നുള്ളതല്ല, മറിച്ച് ആ സർവേകൾ സൃഷ്ടിക്കുന്ന പ്രതീതിയുണ്ട്. ആ പ്രതീതി എന്നുള്ളത് ഇത് വൺ സൈഡഡ് ആയിട്ടുള്ള ഫൈറ്റ് അല്ല എന്നുള്ളതാണ്. മാത്രമല്ല അതിനു മുമ്പ് LDF ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് കൂടുതൽ അവർ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങുകയും അതിന് അനുസരിച്ചിട്ടുള്ള പരസ്യവാചകങ്ങൾ ആണല്ലോ നമ്മുടെ കാലഘട്ടത്തിൽ നിർണ്ണയിക്കുന്നത്, പലതിനെയും നിർണ്ണയിക്കുന്നത്. അപ്പോൾ അതിലേക്ക് മാറുകയും ചെയ്യുന്നപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഗീയത മറ്റേ പ്രശ്നങ്ങളൊക്കെ ചർച്ചയിൽ നിന്ന് ബോധപൂർവ്വം ഒഴിവാക്കുകയും ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ UDFൻ്റെ കാലത്തെ ഇരുണ്ട കാലഘട്ടം എന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസനത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് LDF വരണം എന്നുള്ളതിനെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇടതുപക്ഷം പറയാൻ തുടങ്ങിയതോടു കൂടിയിട്ടാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. ഈ മാറ്റം രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിലും നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവരുടെ ക്ലെയിമുകളിലൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പം VD സതീശൻ പറഞ്ഞത് അദ്ദേഹത്തിന് തിളക്കമാർന്ന വിജയമില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നുള്ളതാണ്. വാസ്തവത്തിൽ അത്തരമൊരു വെല്ലുവിളി ഒരു ജനാധിപത്യ സമൂഹത്തിൽ എത്ര കണ്ട് ശരിയാണെന്ന് പറയാൻ പറ്റും. കാരണം ജനങ്ങളാണ് അവസാനം തിരഞ്ഞെടുക്കേണ്ടത്, ജനങ്ങളുടെ വിധിയെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് തങ്ങൾക്കെതിരായാൽ അത് രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോകുന്നതല്ലേ ചെയ്യുക, അത് രാഷ്ട്രീയത്തിൽ തുടരുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ക്ലെയിമുകളിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ രണ്ടാഴ്ചയായി തെരഞ്ഞെടുപ്പ് ഈ പ്രചരണങ്ങളിൽ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഗ്രൗണ്ടിലിറങ്ങി എന്നുള്ളതാണ്. അതിൻ്റെ ക്ലെയിമുകളൊക്കെ ഒഴിവാക്കുകയും ഓരോ മണ്ഡലത്തിലും ഉള്ള കൃത്യമായ പിക്ചറുകൾ അവർക്ക് കിട്ടുവാൻ തുടങ്ങുമ്പോഴാണ് വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞ പോലുള്ള ക്ലെയിമുകളൊക്കെ ഒഴിവാക്കുകയും കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ കാണാൻ തുടങ്ങുക. ഇതാണ് വാസ്തവത്തിൽ ജനാധിപത്യം ഏറ്റവും
അനുഗുണമായ ഒരു കാര്യമെന്ന് തോന്നുന്നു. കാരണം പണ്ട് പറഞ്ഞ രീതിയിൽ നിന്നുള്ള പ്രചരണങ്ങളിലൊക്കെയും വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പ് വരും പോകും എന്ന് അതിന് ശേഷവും തുടരുന്ന ചില മുറിവുകൾ അവശേഷിപ്പിക്കുന്ന പ്രചരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട, ഭരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വളരെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സുനിലേട്ടാ, ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു അരിത്മെറ്റിക്കലായിട്ട് ഒരു അനാലിസിസ് കൂടെ നമുക്ക് അതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് അങ്ങനെ കടക്കേണ്ടതെന്ന് തോന്നുന്നു. അതായത് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഒരു 99-41 അങ്ങനെയുള്ളൊരു സീറ്റ്, അതായത് ഇടതുപക്ഷത്തിന് ഒരു 99 സീറ്റും UDFന് ഒരു 41 സീറ്റും അങ്ങനെ ഒരു കണക്കിലാണ് നിന്നിരുന്നത്. അപ്പോൾ തുടർ ഭരണമോ അല്ലെങ്കിൽ ഒരു അട്ടിമറിയോ ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഇത്രയും സീറ്റുകളുടെ ഒരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. കേരളത്തിൽ ഏകദേശം എങ്ങനെയായിരിക്കും, അതിനൊരു സാധ്യതയുണ്ടോ? അത്തരത്തിലൊരു എങ്ങനെയായിരിക്കും നമ്മൾ അങ്ങനെ ഒരു വിലയിരുത്തലേക്ക് കടന്നാലുണ്ടാകും നമുക്ക് ചിന്തിക്കാനാവുക? യഥാർത്ഥത്തിൽ നേരത്തെ പ്രശാന്ത് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, അതായത് ഈ നേരത്തെ VD സതീശൻ്റെ നേതൃത്വത്തിലാണ് UDFനെയും കോൺഗ്രസിനെയും പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നത്. അത് കഴിഞ്ഞ ബൈ ഇലക്ഷനുകളിൽ വിജയം കണ്ടു. മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ തന്നെ അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം തുടർന്ന് വന്ന ഇപ്പോൾ ഈ പുതുയുഗ യാത്ര എന്ന പേരിൽ ഒരേ കാലത്ത് ഏകദേശം അടുത്തടുത്ത സമയങ്ങളിൽ തന്നെയാണ് LDFൻ്റെയും VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDFൻ്റെയും യാത്ര നടന്നത്. ആ യാത്രയും താരതമ്യപ്പെടുത്തിയാൽ ഒരു പക്ഷേ UDFൻ്റെ യാത്ര ജനങ്ങളുടെ വലിയ പിന്തുണ നേടിയെന്നൊക്കെ പറയാം. പക്ഷേ ഈ പുതുയുഗ യാത്ര സമാപിച്ച ഉടനെ തന്നെ, അല്ലെങ്കിൽ അതിന് തൊട്ട് പിന്നാലെ തന്നെ കോൺഗ്രസ്സിൽ ആരംഭിച്ച കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു സ്ഥാനാർത്ഥികൾ ഞങ്ങൾ ആദ്യം പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസും UDF ആദ്യം എല്ലാവരും തയ്യാറാണ്, ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. അത് നടന്നില്ല. മാത്രമല്ല, ഈ കോൺഗ്രസ്സിനകത്തുള്ള സ്ഥാനാർത്ഥിത്വ തർക്കങ്ങൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഈ തർക്കങ്ങൾക്കിടയിൽ LDFന് സ്ഥാനാർത്ഥികളെ പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. CPIക്കും CPMനും ഒരേ ദിവസം ഇരുന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. മറ്റ് ചില നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിൽ അവർ വളരെ മുന്നിലേക്ക് വന്നു. അപ്പോഴും ഇവരുടെ സ്ഥാനാർത്ഥി ചർച്ച കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഈ ഗ്യാപ്പിൽ അവർക്ക് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ, സ്ഥാനാർത്ഥികൾക്ക് രംഗത്തിറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് LDFൻ്റെ ഒരു വലിയ മുന്നേറ്റമായിരുന്നു. അപ്പോൾ സംഭവിച്ചത് എന്തെന്ന് പറഞ്ഞാൽ, ഈ VD സതീശൻ മുന്നോട്ട് വെച്ച ചില ആശയങ്ങളുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് പതിവ് രാഷ്ട്രീയ മുന്നണിയല്ല, UDFൻ്റെ ഒരു പതിവ് മുന്നണിയല്ല, മറിച്ച് എല്ലാ സാമൂഹിക വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന വളരെ ഇൻക്ലൂസീവായ വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഉണ്ടാകാൻ പോകുന്നത്, ഒരു സാധാരണ മുന്നണിയല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ തർക്കങ്ങൾക്കൊക്കെ ഇടയിൽ അതെല്ലാം എവിടെയോ മുങ്ങിപ്പോയി. UDF മുന്നോട്ട് വെച്ച ഈ VD സതീശൻ മുന്നോട്ട് വെച്ച ആശയങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയി. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ ഏകദേശം തുല്യ നിലയിലാണ്. പൊരുതി ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. LDFനോട് പൊരുതി ജയിക്കാൻ കഴിയുമോ, അത് സാധ്യമാണോ എന്നുള്ളൊരു ചോദ്യമാണ് UDF ഇപ്പോൾ നേരിടുന്നത്. അത് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്ന, VD സതീശൻ പറഞ്ഞിരുന്ന 100 സീറ്റ് എന്ന അവകാശവാദത്തിൽ നിന്ന് ഏകദേശം അദ്ദേഹം പിന്നോട്ട് പോയി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അധികാരം കിട്ടിയില്ല എങ്കിൽ ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതായി പത്രക്കാരെ വിളിച്ചു വരുത്തി പറയും എന്നുള്ളതിലേക്ക് എത്തി. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഘടകം ഇപ്പോഴും ഉള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം അത് പറയുന്നത് നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്നൊരു രാഷ്ട്രീയ നേതാവ് പറയുന്നതൊരു സാധാരണമായൊരു കാര്യമായി തന്നെയാണ് നമുക്ക് കേരള പൊളിറ്റിക്സിലെങ്കിലും കരുതേണ്ടത്. തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പലരും ഭാരവാഹിത്വം ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇനി നേരത്തെ ഉള്ള കണക്കുകളനുസരിച്ചിട്ട് ഇനി ഒരു 40-ലധികം സീറ്റുകൾ കിട്ടിയാൽ മാത്രമാണ്, LDFൽ നിന്ന് പിടിച്ചെടുത്താൽ മാത്രമാണ് ഈ UDFന് അധികാരത്തിൽ ക്ലിയറായി 30 സീറ്റ് പിടിച്ചെടുത്താൽ മാത്രമാണ് UDFന് ഒരു ഭൂരിപക്ഷം കിട്ടുള്ളൂ. കേവല ഭൂരിപക്ഷം എന്ന 71 സീറ്റ് എന്ന മാജിക് നമ്പറിൽ എത്തണമെങ്കിൽ 30 സീറ്റ് കൃത്യമായും പിടിച്ചെടുക്കും. ആ 30 സീറ്റ് കിട്ടുമോ? ആ 30 സീറ്റ് കിട്ടുമോ എന്നുള്ളതാണ് UDFൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അത് കിട്ടണമെങ്കിൽ ഈ പറയുന്ന LDF ഇപ്പോൾ പിടിച്ചിരിക്കുന്ന 99 സീറ്റിൽ നിന്ന് കുറേ സീറ്റുകൾ പിടിച്ചെടുക്കണം. മാത്രമല്ല NDA എന്ന് പറയുന്ന BJPക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ളൊരു പ്രശ്നം കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഭൂരിപക്ഷത്തിനുള്ള സീറ്റുകൾ കിട്ടിയാൽ അധികാരത്തിൽ വരാൻ കഴിയും. പക്ഷേ അങ്ങനെ ഒരു ട്രെൻഡ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും UDFന് വലിയ ആവേശം നൽകിയ തെരഞ്ഞെടുപ്പായിരുന്നു. ഒരുപക്ഷെ ആ ഒരു ട്രെൻഡ്
ഇപ്പം അത്ര ശോഭയില്ലാതെ അതിൻ്റെ ഒരു ശോഭ കുറയുന്നത് പോലെയാണ് ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെടുകയെങ്കിലും ചെയ്യുന്നത്. അത് പിന്നെ ഇത് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ, അവസാന ഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് വിസിബിളായൊരു ട്രെൻഡ് കാണണമെന്നൊന്നുമില്ല. മറിച്ച് അതിന് മുമ്പ് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ വോട്ടിങ്ങിൽ അത് പ്രതിഫലിച്ചേക്കാം. അതെന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. എന്തായാലും UDF ഒരു എഡ്ജ്, ഒരു മുൻകൈ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ നേരത്തെ LDF അല്പം പരിങ്ങലായ നിലയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ വളരെ കൃത്യമായി തന്നെ അവർ മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇക്കുറി എല്ലാ തെരഞ്ഞെടുപ്പുകളും ഉണ്ടായിരിക്കാം, എങ്കിലും വളരെ ശ്രദ്ധേയമായൊരു മാറ്റം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് മാനിഫെസ്റ്റോകൾ വളരെ വൈകിയാണ്. കഴിഞ്ഞ ദിവസമാണ് രണ്ട് മുന്നണികളുടെയും LDFൻ്റെയും UDFൻ്റെയും മാനിഫെസ്റ്റോ വരുന്നത്. മാനിഫെസ്റ്റോ ഒരുപക്ഷെ ചർച്ച ചെയ്യാൻ പോലും സമയമില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുകയാണ്. അതിന് പകരം പ്രചരണ കാലയളവിൽ മുഴുവൻ ചർച്ചയായത് ഡീൽ അടക്കമുള്ള തികച്ചും വാല്യൂലെസ് ആയിട്ട് നമുക്ക് പറയേണ്ടി വരും. പലപ്പോഴും കാര്യമായി പൊതുജനത്തിന് വലിയ ഉപകാരപ്രദമല്ലാത്ത പല വിഷയങ്ങളിലേക്കും ചർച്ചകൾ കൊണ്ടുചെന്നെത്തിക്കുകയും പലപ്പോഴും ഡീൽ ആരോപണത്തിൽ കുരുങ്ങിക്കിടന്ന ഒരു പ്രചരണ കാലമെന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എത്രത്തോളം ആശാസ്യകരമാണ് നമ്മുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം? അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ തരത്തിൽ വന്ന ഒരു മാറ്റമാണ്. അത് ഡീൽ ഇല്ലെങ്കിലും അത് റീലെങ്കിലും ഉണ്ടാവുക. അപ്പോൾ റീൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്രയും റീലിൽ നിങ്ങൾക്ക് ഒരിക്കലും മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അത് വളരെ ഒരു മിനിറ്റോ 2 മിനിറ്റോ ഉള്ള വീഡിയോകളായിട്ട് ചിത്രീകരിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തുന്ന കാര്യങ്ങളാണ്, വൈകാരികമായ കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റൂ. മാനിഫെസ്റ്റോ എന്നുള്ളത് ഒരുപക്ഷെ മാനിഫെസ്റ്റോ ആര് വായിച്ചിട്ടുണ്ട് എന്നുള്ള ഇന്നലെ റിലീസ് ചെയ്തു, എത്ര ജനങ്ങൾ വായിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് അറിയാം എന്തൊക്കെയാണ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് നേതാക്കളോട് തന്നെ നമുക്ക് ചോദിക്കണം. അത് ഒരുപക്ഷെ മാനിഫെസ്റ്റോ വായിച്ചിട്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഒരു ചടങ്ങായി മാറുകയാണ്. അത് ഒരു റിച്വൽ ആയി മാറുകയാണ്. അത് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുക, പിന്നെ ഭരണം കിട്ടിയ അത് പറഞ്ഞു കളയുക എന്നുള്ളതൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിലെ മാനിഫെസ്റ്റോ എടുത്ത് വായിച്ചു നോക്കിയാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ തിരിച്ചറിഞ്ഞത് കൊണ്ട് ജനങ്ങളതിനെ തള്ളിക്കളഞ്ഞതാണോ എന്നും കൂടി നമുക്ക് സംശയിക്കാം. കാരണം മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ അതിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു തോന്നലായിരിക്കാം. എന്തായാലും മാനിഫെസ്റ്റോ വെച്ച് ചർച്ച ചെയ്യാനുള്ള സമയം ഇനിയില്ല. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ എന്തായാലും മാനിഫെസ്റ്റോ ഒന്നുമല്ല ചർച്ച ചെയ്യപ്പെടുക. അപ്പോൾ ഡീൽ എന്ന് പറഞ്ഞത് അത് ആദ്യം തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് ആണെന്നാണ് തോന്നുന്നത്. ഒരു CPM-ഉം BJP-യും ഡീലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡീൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള റിസൾട്ടൊന്നും ആയിരിക്കില്ല. കാരണം അത് ഈ പറഞ്ഞ എല്ലാ പ്രവചനങ്ങളെയും അട്ടിമറിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലുള്ള ഡീല് അത് മുകളിൽ തലത്തിൽ ഉണ്ടാവുകയും താഴെ അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പോലുള്ള ഒരു ഡീൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അതായത് ഏത് ഡീലായാലും പണ്ടത്തെ പോലെ ഇപ്പം നമ്മുടെ 91 തെരഞ്ഞെടുപ്പിൽ ഈ BJP-യും ലീഗും കോൺഗ്രസും ചേർന്നിട്ടുള്ള ഒരു മുന്നണിയുണ്ട്, കോലീബി സഖ്യം എന്ന് പറയുന്നത്. അത് പറഞ്ഞിട്ടുള്ള സാധനം, അതെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ചേർന്നിട്ടുള്ള എഗ്രിമെൻ്റാണ്. അങ്ങനെയുള്ളൊരു ഡീലിന് സാധ്യതയില്ല. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഒരു ഡീൽ, വോട്ടർമാർക്കിടയിൽ ഒരു ഡീൽ ഉണ്ടാവാനുള്ള സാധ്യത പല മണ്ഡലങ്ങളിലും, അതായത് ഇപ്പോൾ 2 രീതിയിൽ കാണാം. ഒന്ന്, തുടർഭരണം ആഗ്രഹിക്കുന്ന ഒരു മുന്നണി, അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണത്തിൽ വരിക എന്നുള്ളതാണ്. ഇത് BJP ജയിക്കുകയോ ഇല്ലയോ എന്നൊരു രണ്ടാമത്തെ ഘടകമാണ്. അതിപ്പോൾ ഒരു ചർച്ചയേ അല്ലാതായി മാറിയിട്ടുണ്ട്. അപ്പോൾ നാച്ചുറലി ജനങ്ങൾക്ക് UDFൻ്റെ അല്ലെ LDFൻ്റെ വോട്ടർമാർ മനസ്സിലുണ്ടാവുക എന്താണ്, UDFൻ്റെ സീറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിൽ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി. BJP ജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ള രണ്ടാമത്തെ പ്രയോറിറ്റി ആയിട്ട് മാറും. അപ്പോൾ വോട്ടിംഗ് എങ്ങനെയായിരിക്കും ആ വോട്ടിംഗ് ഉണ്ടാവും? മഞ്ചേശ്വരം പോലുള്ളൊരു മണ്ഡലത്തിൽ എങ്ങനെയായിരിക്കും ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർ വോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ മനസ്സിലുണ്ടാവുക എന്താണ്,
UDFൻ്റെ ഒരു സീറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. BJP ജയിക്കുക എന്നുള്ളത് ഒരു കൺസേണേ അല്ലാതായി മാറുന്നു. അപ്പോൾ ഈ ഡീൽ നടക്കുന്നത് ഓരോ സംസ്ഥാന തലത്തിൽ ഒരു തീരുമാനം എടുത്ത് അതിങ്ങനെ എല്ലാ സ്ഥലത്തും നടപ്പിലാക്കുന്ന രീതിയല്ല, മറിച്ച് ഓരോ മണ്ഡലത്തിൻ്റെയും സാഹചര്യം കണക്കിലെടുത്ത് അതായത് പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ പ്രവർത്തകർ തീരുമാനിക്കുകയായിരിക്കും. അത് അങ്ങനെ ഒരു തീരുമാനങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ കൂടുതലായിട്ട് വർക്ക് ചെയ്യുക ഈ ഡീലായിരിക്കും എന്നുള്ളതാണ്. കാരണം എന്താണ് നമ്മൾ പ്രയോറിറ്റി എന്നുള്ളത്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രയോറിറ്റി എന്നത് അധികാരത്തിൽ വരിക എന്നുള്ളതാണ്, എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് BJP തോറ്റാൽ ജയിച്ചാലും അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ LDFനെ തോൽപ്പിക്കണം, അല്ല LDFൻ്റെ സീറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ കാണാത്തൊരു അവസ്ഥയാണുള്ളത്. കാരണം BJP തോൽപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ BJPക്ക് 1-2 സീറ്റ് കിട്ടുക എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആരും കാണുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പണ്ട് BJPയുടെ കാര്യത്തിൽ വളരെ കൺസേൺഡ് ആയിട്ടുള്ള പാർട്ടികളുണ്ട്. അപ്പോൾ SDPI പണ്ട് ചെയ്തിരുന്ന കാര്യം നമുക്കറിയാം, വളരെ പറഞ്ഞിട്ട് തന്നെയാണ് ഓരോ മണ്ഡലത്തിൽ BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ നെക്സ്റ്റ് വരുന്നത് ആരാണ് അവരെ വിജയിപ്പിക്കുക, അവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ മഞ്ചേശ്വരത്താണെങ്കിൽ UDFന് വോട്ട് ചെയ്യും, നേമത്ത് LDFന് വോട്ട് ചെയ്യും. അങ്ങനെയായിരുന്നു SDPI എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത് പറഞ്ഞ് BJPയെ തോൽപ്പിക്കുക നമ്മുടെ കൺസേണേ അല്ല എന്നുള്ളത്, നമ്മുടെ പ്രൈം കൺസേൺ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റം, ഈ തിങ്കിങ്ങിലുള്ള ഈ മാറ്റം, അപ്പോൾ BJPയെ തൊട്ടുകൂടായ്മ എന്നുള്ള സാധനം എങ്ങനെ ഇല്ലാതായിട്ടുണ്ടോ അതാണല്ലോ ഡീൽ എന്ന് പറയുന്നത്. ഒരു കാര്യം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക, ഇതിന് നമുക്ക് മുൻപ് ഉള്ള മാതൃകകളില്ല. അതുകൊണ്ട് ഈ ഒരു ഡീൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ രീതിയിലെ കണക്കുകൂട്ടലുകളിലൊക്കെ നമുക്ക് കാണാത്ത രീതിയിൽ ഇപ്പോൾ പ്രവചിക്കുന്ന ഈ സീറ്റൊന്നും ആയിരിക്കില്ല ഇത് ഏത് മുന്നണിയുടെ ഡീലുണ്ടായാലും ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് അത് കൂടുതൽ ചർച്ച ചെയ്തില്ല ആരും, അല്ലേ? അങ്ങനെ ഡീല് എന്ന് പറയുന്ന പിന്നെ ഇപ്പോഴും 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഈ ചർച്ചകൾ ഇങ്ങനെ മാറി വരുന്നുണ്ട്. എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ഈ തെരഞ്ഞെടുപ്പിനെ വളരെ കൃത്യമായി സ്വാധീനിക്കാൻ പോകുന്നൊരു ഘടകം ഈ BJPയുമായിട്ടുള്ള ബന്ധമോ അല്ലെങ്കിൽ ബന്ധമില്ലായ്മയോ ആയിരിക്കും. സുനിൽ, നമ്മൾ പറഞ്ഞു വരുമ്പോഴേ നമ്മൾ ആ മാനിഫെസ്റ്റോയുടെ വിഷയത്തിൽ തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയണം. കാരണം ആദ്യമായിട്ട് ഒരുപക്ഷെ ഈ ഒരു അടുത്ത കാലഘട്ടത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സർക്കാർ അവരുടെ കഴിഞ്ഞ മാനിഫെസ്റ്റോയുടെ ഒരു പ്രോഗ്രസ് കാർഡൊക്കെ പുറത്തിറക്കുന്നത്. പിണറായി വിജയൻ സർക്കാർ അത് ചെയ്തിട്ടുണ്ട്. വളരെ സ്വാഗതാർഹമായൊരു നീക്കമാണ്. പക്ഷേ ഇത്തരത്തിൽ കുറച്ചുകൂടെ ഉയർന്ന തലത്തിലുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ കേരള സമൂഹം അതൊക്കെ അർഹിക്കുന്നില്ലേ? ഒരു നല്ല മാനിഫെസ്റ്റോ, ഒരു വികസന സങ്കല്പമൊക്കെ കേരളത്തിന് മുന്നിലോട്ട് വെച്ച് അതുമായി ബന്ധപ്പെട്ട ചർച്ചയുമായിട്ട് തെരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ സംസ്ഥാനത്ത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതാണ് അവരുടെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോൾ കാണുന്നത് അങ്ങനെയല്ല. അവരൊരു മാനിഫെസ്റ്റോ ചടങ്ങിന് വേണ്ടി ഇറക്കുന്നു. നമ്മൾ കോളേജ് മാഗസിൻ ഇലക്ഷന് തലേ ദിവസം ഇറക്കുന്നൊരു പരിപാടിയുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന കോളേജിലൊക്കെ അങ്ങനെയായിരുന്നു. അതിൻ്റെ കവറായിരിക്കും ഇറക്കുന്നത്, മാഗസിൻ തന്നെ ഉണ്ടാവില്ല. അതിൻ്റെ ഒരു കവർ കോളേജ് മാഗസിൻ പ്രകാശനം ചെയ്തിരിക്കുന്നു എന്ന് പറയും. ആ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം ഒരു 5 ദിവസമേ ഇനിയുള്ളൂ. ഈ 5 ദിവസത്തിനുള്ളിൽ ഈ മാനിഫെസ്റ്റോയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ചർച്ച ചെയ്ത് ജനങ്ങളൊരു തീരുമാനമെടുക്കണം. അതല്ല ജനാധിപത്യത്തിൽ നടക്കേണ്ടത്. ജനാധിപത്യത്തിൽ നടക്കേണ്ടത് ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന മാനിഫെസ്റ്റോ അതിൻ്റെ ഉള്ളടക്കം എന്തുവാകട്ടെ അത് ജനങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വേണ്ടത്ര സമയം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എതിർ പാർട്ടികൾക്ക് അതിനെ വിമർശനം ഉന്നയിക്കാനും അവർ പറയുന്നതാണ് കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് പ്രചരിപ്പിക്കാനുമൊക്കെയുള്ള സമയമാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകേണ്ടത്. ആ തെരഞ്ഞെടുപ്പിൽ നടക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. അതിന് പകരമാണ് ഇത്തരം ആരോപണങ്ങൾ പലപ്പോഴും. ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേറൊരു കാര്യമാണ്. എന്തായാലും മാനിഫെസ്റ്റോ ചർച്ച ചെയ്യാനുള്ളൊരു സമയം ഇനിയുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷേ പൊതുവായി മാനിഫെസ്റ്റോയിൽ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, 3000 രൂപ എല്ലാവർക്കും ക്ഷേമ പെൻഷൻ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് നേരത്തെ രാഹുൽ ഗാന്ധി വന്ന് അവതരിപ്പിച്ച ഗ്യാരണ്ടിയിൽ പറയുന്ന ഒരു കാര്യമാണ്. അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ ഒരു മിനി മാനിഫെസ്റ്റോ UDF അവതരിപ്പിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ 5 ഗ്യാരണ്ടികളെന്ന് പറയുന്ന സാധനം അവതരിപ്പിച്ചു. അത് ഈ മാനിഫെസ്റ്റോയിലും വന്നിട്ടുണ്ട്.
അതിനുശേഷം ഒരുപക്ഷെ ഇവർ വെയിറ്റ് ചെയ്യായിരിക്കും എന്തൊക്കെയാണ് ഇവർ ഓരോരുത്തരും പറയാൻ പോകുന്നത്, അതിനനുസരിച്ചിട്ട് ഒരു മാനിഫെസ്റ്റോ ഇറക്കാം. അങ്ങനെ ഒരു മാനിഫെസ്റ്റോയാണ് ഇറക്കി കൂട്ടിയത്. പിന്നെ അത് ചർച്ച ചെയ്യാനുള്ള സമയമില്ല. അതിന് പകരമാണ് ഈ പറയുന്ന ഡീലാരോപണങ്ങൾ വന്നത്. ഈ ഡീലാരോപണങ്ങളുടെ ഒരു തർക്കങ്ങളുടെ വേറൊരു വസ്തുതയുണ്ട്, അത് നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. അത് നേരത്തെയുള്ള ആരോപണങ്ങളിൽ വ്യത്യസ്തമാണത്. അപ്പോൾ ഈ പാലക്കാട് ഡീൽ അത് വേറൊരു തരത്തിൽ കാണേണ്ടതാണ്. അത് പതിവായി എല്ലാം മണ്ഡലങ്ങളിലും പലപ്പോഴും ഉണ്ടാകുന്നതാണ്. പാലക്കാടോ അല്ലെങ്കിൽ മഞ്ചേശ്വരത്തെ SDPI ഉണ്ടാക്കിയ ഡീൽ എന്നൊക്കെ പറയുന്നത് അത്തരം തർക്കങ്ങളുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചൊരു കാര്യം, NDA എന്ന് പറയുന്ന മുന്നണി ഒരു പുതിയ മുന്നണിയായി മാറിയിട്ടുണ്ടത്. അതിൽ പുതുതായി കടന്നു വന്ന 2020 എന്ന് പറയുന്ന പാർട്ടി കിഴക്കമ്പലത്തും പരിസരത്തും മാത്രമുള്ള ഒരു പാർട്ടിയാണ്. അതിന് കേരളത്തിൽ എറണാകുളം ജില്ലയിൽ പോലും അത് മുഴുവനായിട്ടില്ല. പക്ഷേ അവർക്ക് കേരളത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങളിൽ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗങ്ങളിൽ അവർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് സംശയിക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതും BJPക്ക് വളരെയധികം സാധ്യതകളുള്ള മണ്ഡലങ്ങളിൽ അവർ കഷ്ടപ്പെട്ട് പിടിച്ചെടുത്ത. ഇപ്പോൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് അവരധികാരത്തിൽ വന്നൊരു മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റി ഉള്ള മണ്ഡലത്തിൽ 2020ക്കാണ് അവർ കൊടുത്തത്. അതുപോലെ തന്നെ കോന്നി പോലുള്ള മണ്ഡലങ്ങൾ, ഏറ്റുമാനൂർ പോലുള്ള മണ്ഡലങ്ങൾ, ചെങ്ങന്നൂർ, ഇതൊക്കെ പല സമയത്തും BJP പെർഫോം ചെയ്ത മണ്ഡലങ്ങളാണ് പലതും. അവിടെയാണ് 2020 എന്ന് പറയുന്ന പാർട്ടിക്ക് അവർ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പോലും ബുദ്ധിമുട്ടി. 2 പേരെ അവർക്ക് സ്ഥാനാർത്ഥികളെ പിടിച്ചുകൊണ്ട് വന്ന 2 സിനിമാ താരങ്ങൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെ പേരുകളില്ലായിരുന്നു. അപ്പോൾ എത്ര നിരുത്തരവാദപരമായിട്ട് ആണ് അവരത് കൈകാര്യം ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ആരെ സഹായിക്കാനാണത് ചെയ്തത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ സംശയിക്കുന്നത് സ്വാഭാവികമാണ്. അതാണ് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഇവർ BJP പോലുള്ള ഇപ്പോൾ അധികാരത്തിൽ വരുമെന്നാണ് അവർ പറയുന്നത്. അവരുടെ ചില ആൾക്കാർ പറയുന്നത് കേരളത്തിൽ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നങ്ങനെ പറയുന്നത്. പക്ഷേ ഇതുപോലെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ഡീൽ എന്ന് പറയുന്ന സാധനത്തിന്. ഇത് ഏത് തരത്തിലാണ്, നേരത്തെ പ്രശാന്ത് പറഞ്ഞതുപോലെ, ഇത് ഏത് തരത്തിലാണ് ഓരോ മണ്ഡലങ്ങളെയും സ്വാധീനിക്കുക, അത് ആരെ സഹായിക്കുമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രശാന്ത് സാർ, ഈ മറ്റൊരു കാര്യം വളരെ കൗതുകത്തോടെ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. NDA കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ ഇക്കുറി എന്നുള്ളതാണ്. അത് പറയാതെ നമുക്കൊരു പക്ഷേ ഈ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു നീതികേട് പോലെ ആയി പോകും. ചർച്ചകളെല്ലാം പൊതുവായുള്ളൊരു ചോദ്യമാണ്. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന BJP നേതാക്കന്മാർ അപ്പോൾ അവരുടെ പത്രസമ്മേളനങ്ങളിൽ പറയുമ്പോൾ ഞങ്ങൾ അടുത്ത കൊല്ലം ഈ തെരഞ്ഞെടുപ്പിൽ താമര വിരിയും എന്താ പറയുക, അതേ നേതാവിനെ പിന്നെ അടുത്ത ഇലക്ഷൻ വരുമ്പോഴും താമര വിരിയും എന്ന് പറയാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് അത് വലിയ തമാശയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് അങ്ങനെയല്ല. അതിലെന്തോ ഒരു പ്ലാൻ അവർ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 2020 മാത്രമല്ല BDJS കൊടുത്തിട്ടുണ്ട്. പല സീറ്റുകളും BDJS കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്ത് എന്നുള്ളത്, അത് ഏത് സ്ട്രാറ്റജിയുടെ ഭാഗമാണ് എന്നുള്ളത്. അപ്പോൾ മഞ്ചേശ്വരത്ത് എന്ത് സംഭവിക്കുമെന്നുള്ളത്, മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥി പിൻവലിച്ചു. ആ വോട്ട് എങ്ങോട്ട് പോകും? SDPIയുടെ വോട്ട് എങ്ങോട്ട് പോകും? SDPI പറഞ്ഞിരിക്കുന്നത് നിയമത്തൊഴിച്ച് ബാക്കി ഒരു മണ്ഡലം, അവർ 33 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. 34 നിയമത്ത് ഇടതുപക്ഷത്തിന് പിന്തുണ, 34 സ്ഥലത്ത് അവർ മത്സരിക്കുന്നു. ബാക്കി മണ്ഡലങ്ങളിൽ എങ്ങോട്ട് വോട്ട് ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം മഞ്ചേശ്വരത്ത് ആണ് അതിൻ്റെ ഏറ്റവും വലിയ, അപ്പം NDAയുടെ ചോദ്യമായിട്ട് പറയാം, മഞ്ചേശ്വരത്ത് SDPIയുടെ വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പാലക്കാട് എന്ത് സംഭവിക്കും? തൃശ്ശൂർ, അപ്പോൾ അതുപോലുള്ള മണ്ഡലങ്ങളിൽ അപ്പോൾ എന്തായിരിക്കും BJPയുടെ പ്ലാൻ എന്താണ്? ഇപ്പോൾ NDA എന്ന് പറയുന്നത് ഒരു പേരിന് പറയാമെന്നല്ലാതെ BJP കഴിഞ്ഞാൽ വലിയൊരു കക്ഷികളൊന്നും അതിലില്ലല്ലോ. അപ്പോൾ എന്താണ് BJP ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ സുരേന്ദ്രൻ മുമ്പ് പറഞ്ഞിരുന്നു 35 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭരണം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കും എന്നുള്ളത്. അപ്പോൾ BJP ശ്രമിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അതിന് സാധ്യതയില്ലെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പുകളിലെങ്കിലും ഒരു നിർണായക ശക്തിയാവാൻ അതിനുള്ളൊരു മാറ്റത്തിൻ്റെ ഒരു തുടക്കമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ അതുകൊണ്ടാണ് ഇത്രയേറെ സീറ്റുകൾ അവർ പരീക്ഷണത്തിന് വിട്ടുകൊടുക്കുന്നത്. ആ സീറ്റുകളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഭാവിയിൽ പരീക്ഷിക്കാൻ പോകുന്ന ഒരു തന്ത്രത്തിൻ്റെ തുടക്കമായിരിക്കാം. അപ്പോൾ ഇപ്പോഴെത്ര സീറ്റ് കിട്ടിക്കഴിഞ്ഞാലും അവർ ഇതല്ല, ഈ തെരഞ്ഞെടുപ്പല്ല ലക്ഷ്യം എന്നുള്ളത് വളരെ കൃത്യമാണ്.
അത് ഭാവിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെ ഇപ്പോൾ നിലവിലുള്ള മുന്നണി സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ പറ്റും. അപ്പോൾ ഈ മുന്നണി ഇതേപോലെ ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ, LDFും UDFുമായിട്ട് ഇങ്ങനെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ BJPക്ക് സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അവർ ശ്രമിക്കുന്നത് ഈ ഒരു പോളറൈസേഷൻ, രണ്ട് മുന്നണികളായിട്ടുണ്ടാകുന്ന പോളറൈസേഷനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ്. അപ്പോൾ അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഒരു തൂക്കമന്ത്രിസഭ ഉണ്ടാവുകയും BJPയുടെ സീറ്റുകൾ നിർണായകമാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതെന്തായാലും സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ 2-3 സീറ്റുകൾ BJPക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ അവർ നിയമത്ത് പണ്ട് കിട്ടിയതുപോലെയല്ല, അത് ഇങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടിപ്പോയി എന്ന് പറഞ്ഞതുപോലെ. പക്ഷേ ഈ തൃശ്ശൂർ ലോക്സഭാ ഇലക്ഷനിൽ അത് ഒരു കൃത്യമായ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കാം BJPയുടെ പ്ലാൻ എന്നുള്ളത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടും എന്ന് അന്വേഷിക്കുകയും പിന്നെ അത് വെച്ചുകൊണ്ട് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് BJPക്ക് എന്തായാലും അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അൺലെസ് അവരുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും പ്ലാനുകളുണ്ടോ എന്ന് നമുക്കറിയില്ല. അത് ഒരുപക്ഷെ എത്ര സീറ്റ് കിട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും BJP ലക്ഷ്യം വെക്കുന്നത് ഒരു ലോങ് ടേം പ്ലാനാണ്. അപ്പം UDFിൻ്റെ പ്രശ്നം തന്നെ അധികാരം തിരിച്ചു വരിക എന്നുള്ളത്. ഇപ്പോൾ അധികാരം തിരിച്ചു വരിക എന്നാണ്. ഇപ്പോൾ LDF അധികാരം തിരിച്ചു വരാൻ നോക്കുന്നു, UDF അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇതിൽ നിന്നൊക്കെ മാറി വ്യത്യസ്തമായിട്ട് ഒരു ലോങ് ടേം സ്ട്രാറ്റജി ഉള്ളത് BJPക്ക് മാത്രമാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ് പൊളിറ്റിക്സ് അല്ല, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടുന്നതെന്നല്ല, മറിച്ച് ഭാവിയിൽ എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തിയായിട്ട് തങ്ങൾ മാറാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും BJP ആലോചിക്കുന്ന കാര്യം. സാറേ, നമ്മൾ പറഞ്ഞു വരുമ്പോഴേ നമ്മുടെ ചർച്ചയിൽ ഏകദേശം ഒരു അവസാനത്തിലേക്ക് എത്തിക്കാം. അപ്പം കേരളത്തിൽ ഒരു രാഷ്ട്രീയ ചിത്രമുണ്ട്. ഈ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ ചിത്രമുണ്ട് നമ്മുടെ മുന്നിൽ. ഇപ്പോൾ പാലക്കാട് രമേശ് പിഷാരടിയും ശോഭാ സുരേന്ദ്രനും ഏറ്റുമുട്ടുന്നു. തൃത്താലയിലേക്ക് വന്നു കഴിഞ്ഞാൽ VT ബൽറാമും MB രാജേഷും ഏറ്റുമുട്ടുന്നു. പേരാവൂരിലേക്ക് പോയി കഴിഞ്ഞാൽ സണ്ണി ജോസഫും ശൈലജയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ്റെ മത്സരം കടുത്ത മത്സരം നടക്കുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, അതിപ്പോൾ നമ്മൾ കേരളത്തിലെ 140 സീറ്റുകളിൽ കണക്കാക്കുമ്പോൾ ഒരു 27 സീറ്റുകളൊക്കെ പൊതുവെ ഒരു സ്വിംഗ് സ്വഭാവമുള്ള, ആടി ഉലയുന്ന, പലപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു നിയതമായിട്ടൊരു സ്വഭാവമില്ലാത്ത സീറ്റുകളായിട്ടൊക്കെയാണ് പൊതുവേ നമ്മൾ വിലയിരുത്താറ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുവായ രാഷ്ട്രീയ ചിത്രം ഇപ്പോഴെങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് ഏതാണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു 20-25 സീറ്റുകളിൽ ആർക്കനുകൂലമായി ജനങ്ങൾ വിധി എഴുതുന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും ആര് ഭരണത്തിൽ വരുമെന്നുള്ളത്. അതുതന്നെയാണ് ഈ മത്സരത്തിൻ്റെ ഒരു ടൈറ്റായിട്ടുള്ള ഒരു അവസ്ഥയും അതുതന്നെയാണത്. നേരത്തെ പറഞ്ഞതുപോലെ പേരാവൂര് സണ്ണി ജോസഫിന് സാധാരണ നിലയിൽ ഭീഷണിയൊന്നുമില്ല, അദ്ദേഹം അവിടെ നിന്ന് ജയിക്കേണ്ടതാണ്. പക്ഷേ KK ശൈലജ അവിടെ മത്സരിക്കുന്നതോടുകൂടി അവിടെ വളരെ ശക്തമായൊരു മത്സരമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും അങ്ങനെയാണ്. പാലായിൽ പറയുമ്പോൾ പാലായിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. അതായത് KM മാണിയുടെ കേരള കോൺഗ്രസിൻ്റെ വത്തിക്കാനാണ് പാല. ആ പാലായിൽ ഇത്തവണ ജോസ് കെ മാണിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒന്നുകിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഗതി അവസാനിപ്പിക്കും, അല്ലെങ്കിൽ മാണി ഗ്രൂപ്പ് എന്ന് പകരം റോഷി ഗ്രൂപ്പ് എന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ ആ ഒരു അവസ്ഥ, ഒരു അസ്തിത്വ പ്രതിസന്ധി നേരിടുന്ന ഒരു സ്ഥലമാണ് പാല. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ മന്ത്രിമാർ മത്സരിക്കുന്ന സീറ്റുകളിൽ ഉൾപ്പെടെ കടുത്ത മത്സരം നേരിടുന്നുണ്ട്. മന്ത്രിമാർ LDFിൻ്റെ കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണൻ മത്സരിക്കുന്ന സീറ്റ്, ഇവിടെയൊക്കെ വളരെ ശക്തമായ മത്സരം. പൊതുവെ വിവാദങ്ങൾ കളമശ്ശേരി, അതുപോലെ തന്നെ കൊട്ടാരക്കര, പത്തനാപുരം തുടങ്ങി പല സീറ്റുകളിലും വളരെ ശക്തമായിട്ടുള്ള മത്സരം കാലങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു മത്സരം നേരിടുന്നുണ്ട്. ഏതാണ്ട് നേരത്തെ പറഞ്ഞ പോലെ 20-25 മണ്ഡലങ്ങളിൽ അത് നേരിടുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് ജനങ്ങൾ വിധി എഴുതുക, ആർക്കനുകൂലമായി എഴുതും? ഈ 140 സീറ്റുകളിലാണല്ലോ, ഇതിൽ ഓരോ സീറ്റും നിർണായകമായി മാറുന്ന ഒരവസ്ഥ സാഹചര്യമുണ്ട്. അത് പല പ്രദേശങ്ങളിലും പല ജില്ലകളിലുമുണ്ട്. ഇപ്പം നമ്മൾ ഈ തവണ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം എനിക്ക് തോന്നുന്നത്, നമ്മളിപ്പം ഈ UDF പിന്നോക്കിട്ട് പോയി കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് പറയുന്നതിനോടൊപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, CPM-ഉം CPI-യും ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട ഒരു ക്രൈസിസ് ഉണ്ട്. അത് മുൻകാലങ്ങളിൽ ഇല്ലാത്തൊരു ക്രൈസിസാണ്.
ആ ക്രൈസിസ് എന്ന് പറയുന്നത് ഒന്ന് ജി സുധാകരനെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ്, CPM-ൻ്റെ ഒരു നേതാവ് അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ, പാർട്ടി വിട്ട് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. UDF അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മൾ ഇപ്പുറത്തേക്ക് വന്നാൽ പാലക്കാട്ട് PK ശശി, പിണറായി വിജയൻ്റെ വളരെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്ന PK ശശി പാർട്ടിക്കെതിരെ തിരിഞ്ഞു, അവിടെ മത്സരിക്കുന്നു. PK ശശിയുടെ മറ്റ് കേസുകളും പ്രശ്നങ്ങളൊക്കെ വേറെ കാര്യമാണ്. പാർട്ടിക്കെതിരെ മത്സരിക്കാൻ തീരുമാനിക്കും. തൊട്ടപ്പുറത്ത് മലമ്പുഴയിൽ VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫിലായിരുന്ന അടുത്തയാളായ ഒരാൾ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ കണ്ണൂരിലേക്ക് വന്നാൽ, കണ്ണൂരിലാണ് നമ്മൾ അപ്രതീക്ഷിതമായി സംഭവിച്ചത്. TK ഗോവിന്ദനാണ്, ഒരു പക്ഷേ V കുഞ്ഞകൃഷ്ണനേക്കാളും കൂടുതൽ TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ V കുഞ്ഞകൃഷ്ണൻ പയ്യന്നൂരിൽ നിന്ന് മത്സരിക്കുന്നു. ഒരുപക്ഷെ CPM-ൻ്റെ സ്ട്രോങ് ഹോൾഡായി മണ്ഡലങ്ങളിൽ അത്തരം ഒരു പ്രതിഷേധം ഏതെങ്കിലും തരത്തിലുള്ള അമർഷങ്ങളൊക്കെ ഉണ്ടാകുമെന്നതിനപ്പുറത്തേക്ക് വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും അവർ സ്ഥാനാർത്ഥികളായി രംഗത്ത് വരികയും ഒക്കെ ചെയ്യുന്നത് അപൂർവമായി സംഭവിക്കുന്നൊരു കാര്യമാണ്. അത് ഇടതുപക്ഷം മാത്രമല്ല, 4-5 MLA-മാർ, മുൻ MLA-മാരായിട്ടുള്ള ആളുകൾ, CPI-യുടെയും CPM-ൻ്റെയും ആളുകൾ, 2 പേർ BJP-യിലേക്കാണ് പോയത്. CPI-യുടെ 2 MLA-മാർ, മുൻ MLA-മാർ BJP-യിൽ, ഒരു സിറ്റിംഗ് MLA ആണ് പോയത്. നാട്ടികയിൽ ഒരു സിറ്റിംഗ് MLA പോയിട്ടുണ്ട്. മറ്റൊരാൾ വൈക്കത്ത് മുൻ MLA ആയിരുന്ന ഒരാളാണ് പോയിരിക്കുന്നത്. CPM-ൻ്റെ മുൻ MLA ആയിരുന്ന ദേവികുളത്ത് നിന്ന് S രാജേന്ദ്രനാണ് BJP-യിലേക്ക് നേരിട്ട് പോയിരിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും വളരെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്വാധീനിക്കും, നമ്മൾ വ്യക്തികളെന്ന നിലയ്ക്ക് എഴുതി തള്ളാൻ കഴിയില്ല. രാഷ്ട്രീയമായി ഈ പാർട്ടികൾക്കുള്ളിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അമർഷങ്ങളോ എതിർപ്പുകളോ അത് വോട്ടുകളായി മാറുമോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പയ്യന്നൂരോ തളിപ്പറമ്പിലോ അതൊന്നും അവിടുത്തെ CPM-ൻ്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തെ അത് ബാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അത് മറ്റ് സ്ഥലങ്ങളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമോ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരം പല ഘടകങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ BJP, കോൺഗ്രസിന് സമാനമായ സാഹചര്യമുണ്ട്. കോൺഗ്രസിൽ സമാനമായ സാഹചര്യങ്ങൾ, സുധാകരൻ അടക്കമുള്ള ആളുകൾ. അതെ, പക്ഷേ സുധാകരൻ്റെ പ്രശ്നത്തെ അവർക്ക് മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിഷയമുണ്ട്. സുധാകരൻ മത്സരിച്ചിരുന്നുവെങ്കിൽ ഈ ചർച്ചകൾക്കൊന്നും കണ്ണൂർ സ്കോപ്പില്ല. മറിച്ച് കണ്ണൂർ, പേരാവൂരും ഇരിക്കൂറും ഉൾപ്പെടെ, എനിക്ക് തോന്നുന്നത് ഈ മത്സരിക്കുന്ന സുധാകരനേക്കാൾ മത്സരിക്കാത്ത സുധാകരനാണ് ഇതിൽ വലിയ പ്രശ്നക്കാരനെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സുധാകരൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന വലിയൊരു ആൾക്കൂട്ടത്തെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ ഒരു പക്ഷേ കൃത്യമായിട്ട് പാർട്ടീനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി നീക്കം നടത്താനാവും എന്നുള്ള സാഹചര്യം നോക്കുന്നുണ്ട്. സുധാകരന് കൊടുത്തിരിക്കുന്ന ഓഫറുകളും സുധാകരനെ അവർ മെരുക്കിയെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, സുധാകരൻ പഴയ സുധാകരനല്ല. ഈ പറയുന്നത് പോലുള്ള ഒരു വലിയൊരു സുധാകരൻ്റെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കമാൻഡ് ചെയ്ത ഒരു രീതി ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ അദ്ദേഹം വളരെ പിറകോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ കുറച്ച് ഒരു അനുയായി ബന്ധമല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഉള്ള ഒരു ഇമ്പാക്റ്റ് സുധാകരൻ ഉണ്ടാക്കാൻ പറ്റില്ല. രണ്ടാമത്തത്, ഈ ഖാർഗെയെ കാണുകയും രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോയി സന്ദർശിക്കുകയും ചെയ്തതിനു ശേഷം വളരെ കൃത്യമായ ഓഫറുകൾ സുധാകരന് കിട്ടിയിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് ഓഫറുകളും ഭീഷണികളും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ CPM-ലെ പ്രശ്നവും കോൺഗ്രസിലെ പ്രശ്നവും തമ്മിലുള്ള പ്രശ്നവും, CPM-ൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എല്ലാ കാലത്തുള്ള പ്രശ്നമാണ്, വെക്കും. കോൺഗ്രസിൽ പോയി തിരിച്ചു വരിക, പിന്നെ പോവുക, പിന്നെ തിരിച്ച് ഇനിയിപ്പോൾ ഈ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ള സുധാകരൻ്റെ ഉത്തരവാദിത്തമായി മാറി തിരിച്ചു വന്നതോടുകൂടി. കാരണം അവിടെ തോറ്റാൽ, പ്രത്യേകിച്ച് കണ്ണൂർ തോറ്റാൽ സുധാകരൻ്റെ പരാജയമായിട്ടാണ് എനിക്ക് എടുക്കുന്നത്. അപ്പോൾ സുധാകരനെതിരെ DCC യോഗം ചേർന്നപ്പോൾ സുധാകരനെതിരെ വലിയ എതിർപ്പുകളുണ്ടായെന്നാണ് പറയുന്നത്. മുൻകാലങ്ങളിൽ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. സുധാകരൻ ഇങ്ങനെ മത്സരിക്കാൻ തീരുമാനിക്കുന്നതിനെതിരെ വലിയ എതിർപ്പുകൾ ഉണ്ടായെന്നാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോഴേ, തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ടിട്ടുള്ള, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാതെ പല ചർച്ചകളും മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അത് ജെൻസിയാണ്, പുതിയ വോട്ടർമാർ. അവരിൽ പല ആളുകളും, പുതിയ സർവേകളൊക്കെ പറയുന്നത്, അവസാന ഘട്ടത്തിൽ സ്വന്തം അഭിപ്രായം രൂപീകരിക്കുന്ന ആളുകളാണ്. സ്ഥിരമായ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളല്ല. അങ്ങനെ ഒരു രീതിയല്ല ജെൻസി അവലംബിക്കുന്നതെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ജെൻസിയുടെ വോട്ട് കേരളത്തിൽ ഇപ്രാവശ്യം വലിയ സിഗ്നിഫിക്കൻ്റ് ആയ എമൗണ്ട്. അത് എനിക്കറിയില്ല എത്രത്തോളം ശരിയാണെന്നറിയാം. നമ്മളെക്കാൾ പൊളിറ്റിക്കലി അവെയർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും. അത് പലപ്പോഴും എല്ലാ കാലത്തും പറയുന്ന പുതിയ തലമുറ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തെ അവർ മനസ്സിലാക്കുന്ന രീതി വ്യത്യസ്തമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു രാഷ്ട്രീയ നേതാവിലൂടെ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലൂടെയാണ് ഒരു ഇതിനെ കാണുന്നതെങ്കിൽ അവർ പ്രശ്നങ്ങളിലൂടെ കാണുന്നുണ്ടാവും.
അപ്പോൾ അത് കാണുന്ന രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടാകും. അല്ലാതെ ഭയങ്കരമായി ക്യാമ്പസുകൾ അരാഷ്ട്രീയമാവുന്നു, അല്ലെങ്കിൽ പുതിയ തലമുറ രാഷ്ട്രീയത്തോട് വൈമുഖ്യം കാണിക്കുന്നു എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് അത് ഒരു ഒരു എന്താ സ്റ്റീരിയോ ടൈപ്പാണ്. അല്ലാതെ വളരെ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ ബോധ്യമുള്ള ചെറുപ്പക്കാരെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ നമ്മളുടെ ഇടയിൽ കാണാം. അതുകൊണ്ട് ജെൻസി എല്ലാ കാലത്തും ജെൻസി ഉണ്ടല്ലോ. പിന്നെ പഴയ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പോ നിസ്സംഗതയോ ഒക്കെ അവർ കാരണമാകുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അവർ മാറി നിൽക്കാനുള്ളൊരു കാരണമുണ്ട്. കാരണം അത് എത്രമാത്രം അവരുടെ ഭാവിക്ക് പ്രയോജനമാണെന്നുള്ള സംശയമുണ്ട്. അത് സ്വാഭാവികമാണ്. അതിനൊരു രാഷ്ട്രീയം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു കണക്ട് എന്ന് പറയല്ലേ, നമ്മൾ അവരുടെ ജീവിതവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ വളരെ ഇപ്പോൾ മാനിഫെസ്റ്റോ എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാവും. CPM-ൻ്റെ മാനിഫെസ്റ്റോ ആണ് ഞാൻ വളരെ കൃത്യമായി വായിച്ചത്. അതിൽ കൃത്യമായിട്ട് ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് തൊഴിൽ, എങ്ങനെയാണ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതോടൊപ്പം തന്നെ തൊഴിൽ നൈപുണ്യത്തിൻ്റെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്, എങ്ങനെയാണ് ഈ ഹാക്കത്തോണുകൾ സംഘടിപ്പിക്കേണ്ടത്, അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ആ മാനിഫെസ്റ്റോയിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തയ്യാറാക്കുന്നതിൽ തന്നെ ഒരുപക്ഷെ യുവാക്കളുടെ പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എല്ലാ കാലത്തും പറയുന്നത് പോലെ പുതിയ തലമുറ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്ന് ജനറലായി പറയുന്നതിനോട് യോജിക്കില്ല. മറിച്ച് ഈ പറഞ്ഞില്ലേ ഇലക്ട്രൽ പ്രിഫറൻസ്, നമ്മളിപ്പം നമ്മുടെ തലമുറയിലൊക്കെ ആളുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുകയും ജീവിതകാലം മുഴുവൻ അതിനെ വോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അതെന്ത് പറഞ്ഞാൽ അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന അങ്ങനെ ഒരു ലോയൽറ്റി ഉണ്ടാവണമെന്നില്ല. മറിച്ച് അവരുമായിട്ട് ഏറ്റവും കണക്റ്റാവുന്ന രാഷ്ട്രീയത്തോട് അവർക്ക് യോജിപ്പുണ്ടാവാം. അതുകൊണ്ട് രാഷ്ട്രീയത്തെ കാണുന്ന രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടാവാം. അല്ലാതെ കംപ്ലീറ്റ്ലി അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ പറഞ്ഞ പോലെ യുവാക്കളുടെ വോട്ടൊരു നിർണായകമായ സംഗതി തന്നെയാണ്. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും പുതുതായി വോട്ടർ പട്ടികയിൽ ചേർക്കുന്ന യുവാക്കളുണ്ടാകും. 5 വർഷം തോറും വോട്ടർ പട്ടിക പുതുക്കുന്നുണ്ട്. ഇപ്പോൾ SIR കൂടെ കഴിഞ്ഞു. അപ്പോൾ പുതുതായി വോട്ടർമാർ വരും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും ഒരേ പാർട്ടിയോട് നമ്മളിപ്പോൾ പാർട്ടിയോടുള്ള കൂറാണ് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഇത് കക്ഷി രാഷ്ട്രീയത്തോടുള്ള കൂറ്. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ലോകത്ത് പലയിടത്തും യുവാക്കൾ പുതിയ രാഷ്ട്രീയത്തെ തന്നെ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പഴയ പാർട്ടികളോടുള്ള അതൃപ്തിയും എതിർപ്പും രോഷവും ഒക്കെ കൊണ്ട് പല രാജ്യങ്ങളിലും ഇന്ത്യക്കകത്ത് തന്നെ അതിൻ്റെ പുതിയ പാർട്ടികളൊക്കെ പലതും വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അത്തരത്തിലൊരു പുതിയ രാഷ്ട്രീയം കൂടി ഉണ്ട്. ഇവരുടെ നിസ്സംഗതയ്ക്ക് ഒരു പുതിയ രാഷ്ട്രീയം കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതൊരു പുതിയ രാഷ്ട്രീയം അവർ ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് അതുകൂടെ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ചോദ്യമുണ്ട്. കേരളം എങ്ങോട്ടാണ്, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് എങ്ങോട്ടാണ് കേരളം പോകുക എന്നുള്ളത്? അതെ, അത് അങ്ങനെ പറയാൻ പറ്റാവുന്ന ഒരു വൈദഗ്ധ്യം ആർക്കെങ്കിലും ഉണ്ടോ എന്നറിയില്ല. കാരണം അത് പറയുന്നത് വളരെ ഇമ്മച്ചുറുമാണ്. കാരണം ജനങ്ങളുടെ നമ്മൾ ജനവിധി എന്നാണല്ലോ പറയുക. അപ്പോൾ ജനങ്ങൾ വിധിക്കുന്നതിന് മുമ്പേ നമ്മൾ വിധിക്കുക എന്നുള്ളതിൽ ഒരു വലിയ ഒരു അപാകതയുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഈ വിധിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ ബോധവും അതൊക്കെ അതിനെ സ്വാധീനിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ഒരു രാഷ്ട്രീയ ബോധ്യം അതിനെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കണ്ണിലൂടെ മാത്രമാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഈ സർവേകൾ എന്ന് പറഞ്ഞ ഞാൻ വ്യക്തിപരമായി ഞാൻ എതിരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ക്യൂരിയോസിറ്റി എലിമെൻ്റ് ഉണ്ടല്ലോ. നമ്മുടെ കൈരേഖ നോക്കുന്നത് പോലെ അല്ലെങ്കിൽ ജ്യോതിഷം നോക്കുന്നത് പോലെ അതിൻ്റെ ഒരു കൗതുകമാണ്. നമ്മൾ ഈ സീറ്റിൽ ആര് ജയിക്കും എന്നുള്ളത് ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. ഈ ആകാംക്ഷയെ മാത്രമാണ് അത് തൃപ്തിപ്പെടുത്തുന്നത്. അല്ലാതെ നമ്മുടെ ജനാധിപത്യ എന്ന പ്രക്രിയയെ ഒരു തരത്തിലും സമ്പുഷ്ടമാക്കുന്ന ഒന്നല്ല ഇത്തരം പ്രവചനങ്ങൾ. ആ പ്രവചനങ്ങൾ വെറും ഒരു ക്യൂരിയോസിറ്റി എലിമെൻറ്റിനപ്പുറത്തേക്ക് അതിന് ഒരു ജനാധിപത്യ പ്രക്രിയ വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും എങ്ങോട്ടേക്കാണ് ചായ്വ്, എങ്ങോട്ടേക്കാണ് കാറ്റ് വീശുന്നത് എന്നറിയാനുള്ള കാറ്റാടി യന്ത്രങ്ങൾ ഇവിടെ നമ്മുടെ കയ്യിൽ ആരുടെയും കയ്യിലുണ്ട് എന്ന് തോന്നുന്നില്ല. അങ്ങനെ കാറ്റിളക്കുന്ന വല്ല യന്ത്രമുണ്ടോ? അല്ല, യന്ത്രം ഉണ്ട്. അല്ല, അത് അങ്ങനെ തന്നെയാണ്, ശരിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് 2016-ലെയും 2021-ലെയും തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചൊരു മാറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അതായത് ഒരു ഭരണ തുടർച്ച എന്നുള്ളത് എളുപ്പമല്ല എന്നുള്ള ഒരു വ്യക്തമായൊരു ചിത്രം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് മാറ്റിവെക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത്. പക്ഷേ 2021-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ, അതാണ് ഒരു CPM-നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച്
ജനങ്ങളുടെ അടിത്തറ നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതിൽ ഒരു ഇളക്കം സംഭവിച്ചു എന്നാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷം CPM തന്നെ നടത്തിയ ചില അവലോകന റിപ്പോർട്ടുകൾ, ആ അവലോകന റിപ്പോർട്ടുകളിൽ ചില വോട്ട് ചോർച്ചകളെക്കുറിച്ചുള്ള ഷിഫ്റ്റിങ്ങിനെക്കുറിച്ചുള്ള ചില നിഗമനങ്ങളിൽ അവരെത്തുകയുണ്ടായി. പ്രത്യേകിച്ച് അവരുടെ സാമൂഹിക അടിത്തറ, ദലിത്, ഈഴവ, പിന്നോക്ക വിഭാഗങ്ങളുടെ അടിത്തറയിൽ ചോർച്ചയും സംഭവിക്കുന്നുണ്ട്. അവർ തന്നെ വിശകലനം ചെയ്യുന്നുണ്ട്. ഇത് തിരിച്ചു കൊണ്ടുവരാൻ ഈ കുറഞ്ഞ കാലം കൊണ്ട് അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പക്ഷേ UDFനും ഈ ഭരണവിരുദ്ധ അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ള വികാരത്തെ ഒരു വോട്ടാക്കി മാറ്റാൻ എത്രമാത്രം അവർക്കും കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള കാര്യം സംശയമാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു കാര്യമാണ്, രണ്ട് മുന്നണികൾ തമ്മിലുള്ള, കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഒരുപക്ഷെ കോൺഗ്രസിനെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി മാറി. LDFൻ്റെ CPMൻ്റെയൊക്കെ ഉറച്ച പ്രദേശങ്ങളും പഞ്ചായത്തുകളും ഒക്കെ തന്നെ മാറിയിരുന്നു. പക്ഷേ അത് തുടർന്നു കൊണ്ടുപോകാൻ UDFന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഭരണ തുടർച്ച, മൂന്നാം പിണറായി സർക്കാർ എന്നുള്ളത് 2021 സംഭവിച്ചതുപോലെ എളുപ്പമുള്ളൊരു കാര്യമല്ല. അതേ സമയത്ത് തന്നെ ഈ VD സതീശൻ പറഞ്ഞതുപോലെ 100 സീറ്റ് എന്നുള്ള പ്രതീക്ഷയും സാധ്യമല്ല എന്ന് തന്നെ ഞാൻ കരുതുന്നത്. ഒരു പക്ഷേ അധികാരത്തിൽ വരാൻ ഇപ്പോൾ സർവേകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആർക്കും ക്ലിയറായ ഒരു മെജോറിറ്റി പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇത്തവണ കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധമുള്ള ഒരു സർവേകളാണ് പല സർവേകളും. UDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്ന സർവേകൾ അപൂർവമാണ്, അല്ലെങ്കിൽ LDFന് മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള സർവേകളും അപൂർവമാണ്. നമ്മൾ നാട്ടിൻപുറത്തിറങ്ങിയ ആളുകളോട്, വോട്ടർമാരോട് ചോദിച്ചാൽ ഈ രണ്ട് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ നെക്ക് ടു നെക്കായിട്ടുള്ള ഒരു ഫൈറ്റാണ് നടക്കാൻ പോകുന്നത്. ഇതിനിടയിൽ BJP അഥവാ NDA നേടാൻ പോകുന്ന വോട്ടുകളും അവർ എന്തെങ്കിലും തരത്തിലുള്ള തന്ത്രങ്ങൾ അവരുടെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടോ, ആരെങ്കിലും വീഴ്ത്താനോ അല്ലെങ്കിൽ ആരെങ്കിലും വാഴ്ത്താനോ, അവർക്ക് ഭാവിയിൽ പ്രയോജനകരമായൊരു രാഷ്ട്രീയം സൃഷ്ടിച്ചെടുക്കാനോ എന്തെങ്കിലും പദ്ധതികൾ അവർ തയ്യാറാക്കിയിട്ടുണ്ടോ, ഇനി അവരുടെ പദ്ധതി അവരുടെ അണികൾ ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യം കൂടെ ഒക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടതുമുന്നണി കേരളത്തിൽ 3-ാം തവണയും അധികാരത്തിലെത്തുമോ, അതോ UDFൻ്റെ അട്ടിമറി വിജയമുണ്ടാകുമോ? ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ആ ജനവിധിക്കായി കാതോർക്കാം.